കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടാണ് കേരളം. അത് കൃത്യതയാർന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ വർഗീയ ശക്തികളില്ലാത്ത നാടാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. ചില വർഗീയ ശക്തികൾ രാജ്യത്തെ അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് തലവെക്കാനാവുന്നില്ല. അതിന് കാരണം വർഗീയ പ്രശ്നങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറല്ല. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാടാണ്, ശക്തമായ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തലപൊക്കാനാവുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇവിടെ വരുന്ന ഏതൊരാൾക്കും, ഇവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുക. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ആരാധനാലയത്തിൽ പോകണം, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരും അതിനെ ചോദ്യം ചെയ്യില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി അതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് ആശങ്കകൾ ഉയർന്നു വന്ന ഘട്ടം നമ്മുടെ രാജ്യത്താകെ, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്ക ഉയർന്ന ഘട്ടം, അതിലൊന്നായിരുന്നു നമ്മുടെ ഈ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ പൗരത്വ നിയമ ഭേദഗതി, ആ പൗരത്വ നിയമ ഭേദഗതിയിൽ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയുണ്ടായത് പൗരത്വത്തിൻ്റെ മാനദണ്ഡമായിട്ട് മതത്തെ കണക്കാക്കുന്ന നില വന്നു. അതിനെ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തത് കേരളമാണ്, കേരള ഗവൺമെൻറ്റാണ്. നിയമപോരാട്ടവും നടത്തി അതിനെതിരായിട്ട്. മാത്രമല്ല വലിയ തോതിലുള്ള പൊതുവായ ഇടപെടലുകൾ നടത്തും കേരളത്തിൽ. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങ് പറഞ്ഞ രീതിയിലുള്ള SIRൻ്റെ പ്രശ്നം വന്നത്. SIRൻ്റെ പ്രശ്നം വന്നപ്പോഴും ഈ പറഞ്ഞ വോട്ടവകാശം സംരക്ഷിക്കുക, ആ വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുക, ഇതൊക്കെ കേരളം കൃത്യമായി സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേകത, ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പ് LDFനെ കുറിച്ച് ഉണ്ടാക്കുന്നതിനിടയായി. നേരത്തെ അങ്ങനെയായിരുന്നില്ല. കുറേ കാലം മുമ്പ്, ഇപ്പോഴല്ല, ചില തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപാണ്. അത് തൊട്ട് മുമ്പിലത്തെ 1-2 തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പ്. ആ ഘട്ടത്തിൽ ന്യൂനപക്ഷത്തെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ആ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ പ്രധാനമായിട്ടും അകറ്റി നിർത്തുന്ന സമീപനം നല്ലൊരു ഭാഗം സ്വീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് അനുഭവമുണ്ടായി. ആ അനുഭവത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. കൃത്യമായി വർഗീയതയെ എതിർക്കാൻ തയ്യാറാകുന്ന ഇടതുപക്ഷമാണ്. ഒരു ചാഞ്ചാട്ടവും ഇല്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറാവുകയാണ്. പലയിടത്തും ജീവൻ കൊടുത്ത് പോരാടുന്ന ദൃശ്യം അവർ കാണുകയാണ്. ഇതൊക്കെ വന്നപ്പോൾ മനോഭാവത്തിൽ മാറ്റം വന്നു. രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാടിലും ഇടതുപക്ഷം പൊതുവെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മനോഭാവത്തിൽ മാറ്റം വന്നു. നല്ലതുപോലെ LDFനെ ഇവിടെ സ്വീകരിക്കുന്ന നില വന്നു. ഇത് വൻതോതിൽ പ്രയാസം ചിലർക്കുണ്ടാക്കി. ആ പ്രയാസം ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇടതുപക്ഷ സ്വാധീനം വരാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടല്ല, രഹസ്യമാണ്, മർമറിങ് ക്യാമ്പയിനാണ്. പലരും വീട്ടിൽ പോയി പറയുകയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പ് മെസ്സേജുകൾ അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, സന്ദേശങ്ങൾ അയക്കുകയാണ്. അപ്പോൾ വളരെ പാവപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ. ആ പാവപ്പെട്ടവർ പലതും തെറ്റിദ്ധരിക്കപ്പെടും. അതിൽ ഒരു ഭാഗം
നമ്മുടെ ഇവരെയെല്ലാം ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഈ SIR നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. ഇതൊരിടത്ത് പറഞ്ഞതല്ല, പലയിടത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതെ അതെ, അത് തയ്യാറാക്കി അതിൻ്റെ ഭാഗമായിട്ട് ആളെ വിട്ടതാണ്, ബോധപൂർവം ചെയ്തതാണത്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച കുറേ ആളുകളുണ്ട്. പിന്നെ LDF പ്രവർത്തകർ ചെന്ന് പറയുമ്പോഴാണ്, പിന്നെ ചെന്നപ്പോൾ ചിലർ തുറന്ന് പറയുമല്ലോ, അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രചരണം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ ചിലർ തുറന്ന് പറയുന്ന നിലയുണ്ടായി. ഒരു മഞ്ചേരിയിലൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു. അങ്ങനെയെല്ലാം പുറത്തു വന്ന നില വന്നു. അപ്പോൾ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കാണേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ ഒരു വിരോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രചരണങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ യേശുന്ന കാര്യമല്ല. കാരണം വീടുകളിൽ ആളുകൾ അറിയുന്ന നില വരുന്നതോടെ ഇതെല്ലാം മാറും. വസ്തുതകൾ അവരുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ LDF പ്രവർത്തകരോട് പറയുന്നത്, വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കണം, വസ്തുതകൾ എത്തിക്കണം. യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ഇടയാകും. ആ ശ്രമം എല്ലാവരും നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റം വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. മറ്റതിൻ്റെ ഈ കേരളത്തെ ഒരു വിജ്ഞാന അധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റണം, നോളജ് ഇക്കോണമി, നോളജ് സൊസൈറ്റി, ആ ആശയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതെങ്ങനെ മുന്നോട്ട് പോകും? അത് പുതിയ തലമുറയ്ക്ക് വലിയ ഒരു ആകർഷമുള്ളൊരു പദ്ധതിയായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ വിദ്യയുടെ കാര്യത്തിൽ നല്ല താല്പര്യം നവോത്ഥാന കാലം മുതൽക്കേ തുടങ്ങിയതാണല്ലോ. നവോത്ഥാന നായകർ തന്നെ നല്ല ശ്രമമാണല്ലോ അതിനുവേണ്ടി നടത്തിയത്. പിന്നെ ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറയുന്ന നിലയുണ്ടായല്ലോ. പിന്നെ പഠിത്തം നിഷേധിച്ച പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നവോത്ഥാന കാലത്ത് നടന്നു കാണല്ലോ. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നിലയാണ് പൊതുവെ ഉണ്ടായത്. അതിനുശേഷം 1956 സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 57 EMSൻ്റെ ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിലൊരു ഭാഗം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ളതായിരുന്നു. സാർവത്രിക സ്കൂളുകൾ വരികയായിരുന്നു, നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ വരുന്നു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു. അങ്ങനെയെല്ലാമുള്ള നടപടികൾ നല്ല രീതിയിൽ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും പഠിച്ചുയരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് പറയട്ടെ, ഡിഗ്രി കോഴ്സ് അത് സൗജന്യമാക്കി ഇപ്പോൾ കേരളത്തിലെ LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബജറ്റിൽ. അപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നില അതാണ്.